നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. വികസിത ഭാരതം 2047ലേക്ക് ഇനിയും ഏറെ ലക്ഷ്യങ്ങളുണ്ടെന്നും വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. വന്ദേമാതരം ആലാപനമുണ്ടായില്ല. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിച്ചു. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലുങ്കിയെടുത്ത് എത്തി പതാക ഉയർത്തി VT ബൽറാം MLA. രാജ്യസഭയിലെ ലുങ്കിവാല വിവാദത്തിനുള്ള മറുപടിയായിരുന്നു ബൽറാമിന്റെ വേഷം. കുന്നംകുളത്ത് ദേശീയ പതാകയോട് അനാദരവ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള BSNL ഓഫീസിന് മുന്നിൽ പതാക തലകീഴായി കെട്ടി ഉയർത്തിയതിൽ വിവാദം. ഈഴവർക്ക് UDF മന്ത്രിസഭയിലും ജനപ്രതിനിധികളുടെ എണ്ണത്തിലും മതിയായ പ്രാതിനിധ്യമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിന്നോക്ക വിഭാഗങ്ങളെ, അധസ്ഥിതരെ സാമൂഹികമായി ഉയർത്താൻ ക്രിയാത്മകമായി ഒന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നില്ലെന്നും സ്കൂളും കോളേജും എല്ലാം മറ്റു വിഭാഗക്കാർക്ക് നൽകുകയാണെന്നും വെള്ളാപ്പള്ളി. കുന്നംകുളത്ത് SNDPയുടെ നേതൃത്വത്തിൽ ധർമ്മവിചാരയജ്ഞത്തിന് തുടക്കമായി. പൂവിളി ഉയരുകയായി പൊന്നോണമെത്തി. നാളെ അത്തം. ഐശ്വര്യവും സമൃദ്ധിയും സമത്വവും നിറഞ്ഞ ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് കേരളം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയും വൈദ്യുതി ബിൽ കുടിശ്ശികയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിൽ നടത്തിപ്പുകാർ. നാടകപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന എടക്കളത്തൂർ നാടകോത്സവത്തിന് ഞായറാഴ്ച അരങ്ങുണരും. അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാ മനസ്സുകളിലും വന്ദേമാതരം മുഴങ്ങുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൻ പ്രതീക്ഷകളുമായി നാം മുന്നേറുകയാണ്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാത്രയിലാണ് നാം. ആ യാത്ര സഫലമാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. വികസിത ഭാരതം 2047ലേക്ക് ഇനിയും ഏറെ ലക്ഷ്യങ്ങളുണ്ട്. വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. ദേശീയഗാനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയത്. വന്ദേമാതരം ആലാപനം ഉണ്ടായില്ല. തുടർന്ന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയും നടന്നു. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരേഡിന്റെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു. സംസ്ഥാനത്ത് 14 ജില്ലകളിലും സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പങ്കെടുത്തു. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലാപനം ഉണ്ടായില്ല. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി ഇന്ത്യ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് 80 വർഷങ്ങൾ പിന്നിടുന്നു. സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ ആത്മത്യാഗത്തെയും പരിശ്രമങ്ങളെയും സ്മരിച്ചുകൊണ്ട് അഭിമാനത്തോടെ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുകയാണ് ഓരോ ഭാരതീയനും. കൊളോണിയൽ ഭരണത്തിന്റെ ഭാരമൊഴിഞ്ഞ ഒരു കാർഷിക രാജ്യത്തിൽ നിന്നും ആഗോള ശക്തിയായി ഈ 80 വർഷത്തിനകം രാജ്യം ഏറെ മുന്നേറിക്കഴിഞ്ഞു.
സാമ്പത്തിക പ്രതിരോധശേഷി, ആധുനിക ചിന്താഗതി, ജനാധിപത്യ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത എന്നിവയെല്ലാം കൊണ്ട് ലോകഭൂപടത്തിൽ ഇന്ത്യ ഇന്ന് ഒരു നിർണായക ശക്തിയാണ്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും വിശ്വാസങ്ങളും ഇഴചേർന്നു നിലനിൽക്കുന്നു എന്നതാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ ആത്മാവ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം സമാനതകളില്ലാത്ത ചരിത്രമാണ്. മത, ജാതി, ലിംഗ, ഭാഷ, വംശവ്യത്യാസമില്ലാതെയാണ് അന്ന് ജനങ്ങൾ ആ പോരാട്ടത്തിൽ അണിചേർന്നത്. അന്ന് നമ്മെ നയിച്ച മൂല്യങ്ങളാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായത്. വിഘടിച്ചു നിർത്താനുള്ള ശത്രുവിന്റെ ശ്രമങ്ങളെ ഒരു പരിധിവരെ ചെറുത്തുനിന്നതാണ് നമ്മെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാക്കിയത്. എന്നാൽ ഇന്നും സമൂഹത്തിൽ വെറുപ്പ് വിതയ്ക്കാനുള്ള ശ്രമങ്ങൾ കാണാനാകുന്നുണ്ട്. ജനാധിപത്യബോധവും ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളിലും ഉറച്ചുനിന്നുകൊണ്ട് ഇനിയും സംവത്സരങ്ങൾ മുന്നോട്ടു പോകാൻ രാജ്യത്തിനാകട്ടെ. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ലുങ്കി ഉടുത്തെത്തി VT ബൽറാം MLA. തൃത്താല പഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലാണ് MLA ലുങ്കി ഉടുത്തെത്തുകയും പതാക ഉയർത്തുകയും ചെയ്തത്. വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം, വിവേചനങ്ങൾക്കും വേർതിരിക്കലുകൾക്കുമെതിരായ സ്വാതന്ത്ര്യം, സാംസ്കാരിക ശീലങ്ങളെ സംരക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിമാനകരമായ അസ്തിത്വത്തിനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ അടരുകൾ പലതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. അവയോരോന്നിനും വേണ്ടി പോരാടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും VT ബൽറാം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് K സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ P ദിവ്യ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പത്തിൽ അലി, അനീസ് മാട്ടായ, പ്രിയ പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷബ്ന നിഷാദ്, ഫാത്തിമ നാസർ, പ്രീത ഉണ്ണികൃഷ്ണൻ, PP ദയാനന്ദൻ, പ്ലാൻ കോർഡിനേറ്റർ PV മുഹമ്മദ് അലി, PM മോഹൻദാസ് എന്നിവർ സംബന്ധിച്ചു. രാജ്യസഭയിലെ ലുങ്കിവാല വിവാദത്തിനുള്ള മറുപടിയായിരുന്നു ബൽറാമിന്റെ വേഷം. ചടങ്ങിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുന്നംകുളത്ത് ദേശീയ പതാകയോട് അനാദരവ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള BSNL ഓഫീസിന് മുന്നിൽ പതാക തലകീഴായി കെട്ടി ഉയർത്തി. കുന്നംകുളം തൃശൂർ റോഡിലുള്ള BSNL ഓഫീസിലാണ് പതാക തലകീഴായി കെട്ടി ഉയർത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇന്ന് രാവിലെയാണ് ദേശീയ പതാക തലകീഴായി കെട്ടിയ സംഭവം ഉണ്ടായത്. വിവിധയിടങ്ങളിലായി നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഈ വാർത്തകൾക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയും വൈദ്യുതി ബിൽ കുടിശ്ശികയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഉച്ചഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോവിഡ് കാലത്താണ് പിണറായി സർക്കാർ ജനകീയ ഹോട്ടലുകൾ ആരംഭിക്കുന്നത്. വിശപ്പുരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീ മുഖേനയാണ് ജനകീയ ഹോട്ടൽ സംസ്ഥാനത്ത് വ്യാപകമാക്കിയത്. തുടക്കത്തിൽ 20 രൂപയ്ക്കാണ് ഊണ് നൽകിയിരുന്നത്. ഒരു ഊണിന് 10 രൂപ സർക്കാർ സബ്സിഡിയും നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിടം, വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നതും പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഗുരുവായൂരിൽ ഇത് ബാധകമായിരുന്നില്ല എന്നാണ് നടത്തിപ്പുകാർ പറയുന്നത്. 2023 ഓഗസ്റ്റ് മുതൽ ഊണിനുള്ള സർക്കാർ സബ്സിഡി ഒഴിവാക്കിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും നിരക്ക് 30 രൂപയായി ഉയർത്തി. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെയായതോടെ സംസ്ഥാന വ്യാപകമായി ജനകീയ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. എന്നിട്ടും ഗുരുവായൂരിലെ ഹോട്ടൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മാസത്തോളമായി ഇതും പ്രവർത്തിക്കുന്നില്ല. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ ഊണിന് 100 രൂപ വാങ്ങിക്കുമ്പോൾ ഇവിടെ 50 രൂപയെങ്കിലും ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നഗരസഭ ഇക്കാര്യം അംഗീകരിക്കാതായതോടെയാണ് ഹോട്ടൽ പൂട്ടിയത്. ഹോട്ടൽ തുറക്കാതെയായതോടെ കഴിഞ്ഞ ദിവസം നഗരസഭ കുടുംബശ്രീ അംഗങ്ങളെ വിളിച്ചുവരുത്തി ചർച്ച നടത്തിയിരുന്നു. എന്ത് നഷ്ടം സഹിച്ചും ജനകീയ ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നഗരസഭ മുന്നോട്ടുവെച്ചത്. കടബാധ്യത വർദ്ധിക്കുകയും ചെലവുകൾ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിലാകുകയും ചെയ്തതോടെ ഇനി ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് നടത്തിപ്പുകാർ. ഹോട്ടൽ പുനരാരംഭിക്കണമെങ്കിൽ നിരക്ക്, സബ്സിഡി, നഗരസഭയുടെ സാമ്പത്തിക പിന്തുണ എന്നിവയിൽ വ്യക്തമായ പരിഹാരം ആവശ്യമാണ്. എന്നാൽ നഗരസഭ ഇതിന് തയ്യാറാകാത്ത അവസ്ഥയിൽ ജനകീയ ഹോട്ടലിന്റെ കാര്യം അനിശ്ചിതത്വത്തിലാണ്. ഈഴവർക്ക് UDF മന്ത്രിസഭയിലും ജനപ്രതിനിധികളുടെ എണ്ണത്തിലും മതിയായ പ്രാതിനിധ്യമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന ധർമ്മ വിചാരയജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക വിഭാഗങ്ങളെ, അധസ്ഥിതരെ സാമൂഹികമായി ഉയർത്താൻ ക്രിയാത്മകമായി ഒന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നില്ല. സ്കൂളും കോളേജുമെല്ലാം മറ്റു വിഭാഗക്കാർക്ക് നൽകുകയാണ്.
തൊഴുംതോറും തൊഴിക്കുന്ന സമീപനമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതെന്നും സംഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ശ്രീമദ് പ്രബോധതീർത്ഥസ്വാമി യജ്ഞത്തിന് കാർമ്മികത്വം വഹിച്ചു. പത്നി പ്രീതി നടേശൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി TR രാജേഷ്, TP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PK മോഹനൻ സ്വാഗതവും KR രജിൽ നന്ദിയും പറഞ്ഞു. നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. 20 പ്രാവശ്യം എത്ര മന്ത്രിമാരുണ്ട്, എത്ര MLA-മാരുണ്ട്, എത്ര മാത്രമുണ്ട് ആളുകൾ. അങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ വെച്ചു നിർത്തി നമുക്കാനുള്ള ഉറപ്പ് തൊഴിലുറപ്പാണ്. ഈ തൊഴിലുറപ്പിൽ മാത്രം നമ്മൾ ജീവിക്കുന്നു. ഈ രാജ്യത്തില്ലാത്തവരാരാണ്, വീടില്ലാത്തവരാരാണ്? എല്ലാവരും 27 വിഭാഗങ്ങളാണ്. ഈ പിന്നോക്ക വിഭാഗങ്ങൾ മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും തന്നെ ഈ പിന്നോക്ക അധസ്ഥിത വർഗങ്ങളുടെ മുന്നോക്കത്തിൽ വരുത്തുവാൻ, ഒരു സാമൂഹികമായും വിദ്യാഭ്യാസമായും അവർ മുന്നോക്കം വരുത്തുവാൻ ക്രിയാത്മകമായ ഒരു പദ്ധതി ചെയ്യുന്നില്ല. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ ക്ലർക്കായ സാജിദ് PS ആണ് കേസിലെ പ്രതി. 2025-2026 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു നടത്തിയ പരിശോധനയിലാണ് വൻ സാമ്പത്തിക തിരിമറി കണ്ടെത്തിയത്. 2026 ജൂലൈ 24-ന് പഞ്ചായത്തിന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചലാൻ പ്രകാരം പണം അടവാക്കുന്നതിനു പകരം പ്രതി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് പണം വകമാറ്റുകയായിരുന്നു. പ്രതി സ്വന്തം നിലയ്ക്ക് കൃത്രിമം കാണിച്ച് ഓഫീസിലെ മറ്റ് ജീവനക്കാരുടെയും സെക്രട്ടറിയുടെയും ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ BNS 316(5) വകുപ്പ് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SR സനീഷിന്റെ നേതൃത്വത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ജൂലൈ 27-നു ചേർന്ന പഞ്ചായത്തിന്റെ പ്രത്യേക യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യുകയും അടിയന്തര തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. പൂവിളി ഉയരുകയായി, പൊന്നോണമെത്തി, നാളെ അത്തം. ഐശ്വര്യവും സമൃദ്ധിയും സമത്വവും നിറഞ്ഞ ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് കേരളം. 10 ദിനങ്ങളുടെ പൂക്കാലത്തിന് തുടക്കമാവുകയാണ്. ഇക്കുറി ചിങ്ങം എത്തുന്നതിന് മുമ്പാണ് അത്തം. മുറ്റത്ത് വിരിയുന്നത് പൂക്കളം മാത്രമല്ല, ഒരു നാടിന്റെ ഓർമ്മകളും കൂടിയായി മാറുന്ന ദിനങ്ങളാണ് ഇനി. ചിങ്ങപ്പുലരുടെ കാറ്റിന് പോലും ഓണത്തിന്റെ മണമാണുണ്ടാവുക. മുറ്റത്ത് ചാണകം മെഴുകി ആദ്യത്തെ പൂക്കൾ നിരന്നു തുടങ്ങുമ്പോൾ നാടിന്റെ മനസ്സിലും പതിയെ ഓണം വിരിയുകയായി. 10 ദിവസങ്ങൾക്കപ്പുറം എത്തുന്ന തിരുവോണത്തെ കാത്തുള്ള ആ യാത്രയുടെ ആദ്യ ചുവടാണ് അത്തം. അത്തം മുതൽ തിരുവോണം വരെ ഓരോ ദിവസവും പൂക്കളത്തിന് പുതിയ ഭാവങ്ങളുണ്ടാകും. ആദ്യ ദിനത്തിൽ ലളിതമായി തുടങ്ങുന്ന പൂക്കളം ഓരോ ദിവസവും വലുതാകുന്നു. പൂക്കളുടെ വൈവിധ്യം കൂടുന്നതിനൊപ്പം മുറ്റവും മനസ്സും ആഘോഷത്തിനായി ഒരുങ്ങും. വീട്ടുമുറ്റത്തെ ആ ചെറിയ വൃത്തത്തിൽ തലമുറകളുടെ ഓർമ്മകളും നാട്ടിൻപുറത്തിന്റെ സൗന്ദര്യവുമാണ് സംഗമിക്കുന്നത്. ഇനിയുള്ള 10 നാളുകൾ മലയാളിക്ക് ആഘോഷത്തിന്റെ പൂക്കാലമാണ്. നാടകപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന എടക്കളത്തൂർ നാടകോത്സവത്തിന് ഞായറാഴ്ച അരങ്ങുണരും. അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിക്കും. ദിവസേന വൈകിട്ട് 7-നാണ് നാടകങ്ങൾ അരങ്ങേറുക. കോഴിക്കോട് സങ്കീർത്തനയുടെ ശ്വാസം, തിരുവനന്തപുരം സംസ്കൃതിയുടെ ഭൂട്ടാനി, കൊല്ലം എക്കോ തിയേറ്ററിന്റെ നിലാവ് പറഞ്ഞത്, തിരുവനന്തപുരം മലയാളം നാടകവേദിയുടെ ഒരു സുന്ദര ദിവസം, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ, ചങ്ങനാശ്ശേരി അണിയറയുടെ തിര, തിരുവനന്തപുരം സൗപർണികയുടെ പടയോട്ടം, കോഴിക്കോട് രംഗഭാഷയുടെ ഒരുക്കം, പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ കൂട് എന്നീ നാടകങ്ങളാണ് ഇത്തവണ നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് 2003-ലാണ് എടക്കളത്തൂർ നാടകോത്സവത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 23 വർഷമായി നടന്നുവരുന്ന നാടകോത്സവം ആസ്വദിക്കാൻ
സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി നാടകപ്രേമികളാണ് എടക്കളത്തൂരിൽ എത്താറുള്ളത്. സംസ്ഥാനത്തെ പ്രമുഖ പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ മികവാർന്ന നാടകങ്ങളാണ് എടക്കളത്തൂർ നാടകോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ എത്താറുള്ളത്. നാടക സംഘങ്ങളുടെ സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന നാടകോത്സവത്തിൽ പ്രേക്ഷകാഭിപ്രായം നേടുക എന്ന ലക്ഷ്യത്തോടെ മികച്ച പ്രകടനമാണ് ഓരോ നാടക സംഘങ്ങളും പുറത്തെടുക്കുക. സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് തൃശൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് SP സുധീരൻ അർഹനായി. 2003 പോലീസ് അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ട്രെയിനിംഗ് സബ് ഇൻസ്പെക്ടറായി സേവനം ചെയ്തു. ആദ്യത്തെ സ്വതന്ത്ര SI ആയി സേവനം ചെയ്തത് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലാണ്. തുടർന്ന് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ SI ആയി സേവനം അനുഷ്ഠിച്ചു. 2011 സർക്കിൾ ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിച്ചു. 2025 DYSP ആയി പ്രമോഷൻ ലഭിക്കുകയും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ DYSP ആയും ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായും സേവനം ചെയ്തു. നിലവിൽ തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP ആണ്. പ്രമാദമായ സൗമ്യ കൊലക്കേസിലെ അന്വേഷണ മികവിന് മുഖ്യമന്ത്രിയുടെ മെറിറ്റോറിയൽ സർവീസ് എൻട്രിയും 60-ൽ പരം ഗുഡ് സർവീസ് എൻട്രികളും ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഹ്യൂമൻ ട്രാഫിക് കോഴ്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഫ്രാൻസിൽ ട്രെയിനിംഗ് നടത്തിയിട്ടുണ്ട്. പുതുവർഷക്കാലത്തെ മികവുറ്റ സേവനത്തിനാണ് 2026 മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായത്. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ഓണവിപണിക്ക് തുടക്കമായി. സൊസൈറ്റി ആസ്ഥാനത്ത് ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ M. ബാലാജി നിർവഹിച്ചു. സാധാരണ ജനങ്ങളുടെ ഓണത്തെ സംസ്ഥാന സർക്കാർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നു മാത്രമല്ല, സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തുകയും ചെയ്തത് സാധാരണ ജനങ്ങളുടെ ഓണത്തിന്റെ നിറം മങ്ങിക്കുകയാണുണ്ടായത് എന്ന് ബാലാജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KA ജിതിൻ സ്വാഗതവും വട്ടംപാടം ബ്രാഞ്ച് മാനേജർ താര നന്ദിയും പറഞ്ഞു. അരിയടക്കം 20 നിത്യോപയോഗ ഭക്ഷ്യവസ്തുക്കളാണ് പൊതുവിപണിയേക്കാൾ വളരെ ചുരുങ്ങിയ വിലയിൽ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ കാർഡ് ഉടമകൾക്കും 1350 രൂപ നിരക്കിൽ കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നത്. നാടക ആവേശവുമായി പറക്കാട് ഗ്രാമം. പറക്കാട് കലാദീപം വായനശാലയുടെ വാർഷികാഘോഷത്തിന് അരങ്ങിലെത്തിക്കാനുള്ള നാടകത്തിന്റെ അവസാനവട്ട റിഹേഴ്സൽ പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 28-29 തീയതികളിലായി നടക്കുന്ന കലാദീപം വായനശാലയുടെ 64ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വായനശാല പ്രവർത്തകരും നാട്ടുകാരും അഭിനേതാക്കളായി എത്തുന്ന നാടകം അരങ്ങിലെത്തുന്നത്. ബാബു വയലത്തൂർ രചന നിർവഹിച്ച തപാൽ ശിപായി എന്ന നാടകമാണ് കലാദീപം നാടകവേദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നത്. പുതുതലമുറയ്ക്ക് അന്യമായതും ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയുമായിരുന്ന വീടുകൾ തോറും കയറിയിറങ്ങി കത്തുകളും മണിയോർഡറുകളും എത്തിച്ചിരുന്ന തപാൽ ശിപായിയുടെ മനോവിചാരങ്ങളിലൂടെയാണ് നാടകത്തിന്റെ ഇതിവൃത്തം പുരോഗമിക്കുന്നത്. നാട്ടുകാർ തന്നെ അഭിനേതാക്കളായി അരങ്ങിലെത്തുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് നവീൻ പൈനിത്തടവും അനീഷ് ആളൂരുമാണ്. പ്രൊഫഷണൽ നാടകങ്ങളെ വെല്ലുന്ന രീതിയിലാണ് വാഗാ സ്വദേശികളും ശില്പികളുമായ ആര്യനും സൂര്യനും ഒപ്പം നന്ദനയും ചേർന്ന് നാടകത്തിന്റെ കലാസംവിധാനം നിർവഹിക്കുന്നത്. പറക്കാട് എന്ന ഗ്രാമം തന്നെ കഥാപശ്ചാത്തലമാകുന്ന നാടകത്തിൽ VP വിശ്വനാഥൻ, സുഷീർ പറക്കാട്, PB പ്രസന്നൻ, TK മുരളി, VA പ്രദീപൻ, ആദിശങ്കർ, ജയലേഖ മോഹനൻ, കൃഷ്ണേന്ദു, ബിന്ദു പ്രവീൺ, ജയ വിശ്വനാഥൻ എന്നിവരാണ് അഭിനേതാക്കളായി എത്തുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രൊഫഷണൽ നാടകങ്ങളിലെ അഭിനേതാക്കളോട് കിടപിടിക്കാവുന്ന അഭിനയ ചാതുര്യമാണ് ഓരോ അഭിനേതാവും കാഴ്ചവെക്കുന്നത്. ലൈബ്രറിയുടെ 64ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ആഗസ്റ്റ് 29 നടത്തുന്ന നാടകം രചന നിർവഹിച്ചിട്ടുള്ളത് ബാബു വൈലത്തൂരാണ്. അതിൻ്റെ സംവിധായകർ നവീൻ പൈനിത്തടം, അനീഷ് ആളൂര്. ഈ നാടകത്തിൽ ഇവിടെ നമ്മുടെ ഈ നാട്ടിലെ 72 വയസ്സ് മുതൽ 17 വയസ്സ് വരെ അങ്ങനെയുള്ള ഒരു പറ്റം ആളുകൾ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. PM മിഥുൻ സംഗീത നിർവഹണം, അനീഷ് ആളൂർ ലൈറ്റ് ഡിസൈൻ എന്നിവരാണ് നാടകത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ. 29-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് നാടകം അരങ്ങിലെത്തുന്നത്. നാടിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ തന്നെ അഭിനേതാക്കളായി എത്തുന്ന നാടകത്തിന്റെ അവതരണത്തിനായി കാത്തിരിക്കുകയാണ് പറക്കാട് ഗ്രാമം. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ചെറുപ്പക്കാരെല്ലാം ഇത്തരങ്ങളിലുള്ള കലാപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുമ്പോൾ മറ്റുള്ള രീതിയിലുള്ള ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഇത്തരം നാടിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ ഒരു എന്താ പറയുക സാമൂഹികമായിട്ടുള്ളൊരു ഒത്തൊരുമയും ഒക്കെയാണ് നമ്മൾ ഇത്തരം നാടക പ്രവർത്തനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് നാടിന് ഗുണകരമാവുന്ന ഒരു കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
അരിക്കന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയും നിറപുത്തരിയും ആനയൂട്ട് നടന്നു. നട തുറന്നതിനു ശേഷം രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഇല്ലനിറയുടെ ഭാഗമായി പഴുന്നാനയിലെ കർഷകനായ ബാബുവിന്റെ പാടശേഖരത്തിൽ നിന്നും കൊണ്ടുവന്ന നെൽക്കതിരുകൾ ക്ഷേത്രം ഗോപുരത്തിനു മുന്നിൽ സമർപ്പിച്ചു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശേഷാദ്രി നമ്പൂതിരി എന്നിവർ കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. പൂജകൾക്ക് ശേഷം കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഗജപൂജയ്ക്ക് ശേഷം നടന്ന ആനയൂട്ടിൽ ഉമാമഹേശ്വരി മഠം ഉമാദേവി എന്ന പിടിയാന പങ്കെടുത്തു. മേൽശാന്തി ആദ്യ ഉരുള കൊടുത്ത ശേഷം ഭക്തജനങ്ങൾ പഴവർഗ്ഗങ്ങൾ ആനയ്ക്ക് നൽകി. നിരവധി ഭക്തജനങ്ങൾ ഇല്ലനിറയിലും ആനയൂട്ടിലും പങ്കെടുത്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് റെനീഷ് രാഗേഷ്, വൈസ് പ്രസിഡന്റ് പി വിനായക്, സെക്രട്ടറി സി നാരായണൻ, ഉപദേശക സമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ സംബന്ധിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ സ്ഥാപന തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലായാണ് കൂനമുച്ചി ഇടവകയിലെ 102ാം സ്ഥാപന തിരുനാൾ ആഘോഷിച്ചത്. ആഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്കു ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനകൾ ദേവാലയത്തിൽ നടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ ഇടവക വികാരി കാർമ്മികനായുള്ള ദിവ്യബലിക്കു ശേഷം പ്രദക്ഷിണമായി രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും വിവിധ കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം, കുരിശ് എന്നിവ വെഞ്ചരിച്ച് നൽകലും നടന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം, കുരിശ് എന്നിവ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ രാത്രി 10-ന് ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രജോ വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെൽജോ വെള്ളിനൂർക്കാരൻ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികൾ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ അണിനിരന്ന പ്രദക്ഷിണം കൂനമുച്ചി സെന്റർ ചുറ്റി ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ആഘോഷത്തിന് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റജി, KV ജോയ്, കേന്ദ്ര സമിതി പ്രസിഡന്റ് AJ ജോൺസൺ, സെക്രട്ടറി TL സാബു, ട്രഷറർ MK ഷാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന ഇല്ലനിറ, തൃപ്പുത്തരി, പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 5:30-ന് പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന 250ഓളം കതിർക്കറ്റുകൾ ക്ഷേത്രത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ എത്തിക്കുകയും ക്ഷേത്ര മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജിച്ചതിനു ശേഷം 8:30 മുതൽ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യും. രാവിലെ 5:30-ന് 1008 നാളികേരം കൊണ്ട് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും അതിനുശേഷം ഗജപൂജ കഴിഞ്ഞ് ആനയൂട്ട് ചടങ്ങുകളും ഉണ്ടാകും. വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തരി, പുത്തരി പായസം 500 ലിറ്റർ നിവേദിക്കുകയും ചെയ്യും. ഞായറാഴ്ച നടക്കുന്ന വിശേഷാൽ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുമെന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. പഴഞ്ഞി അരുവായ് ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കതിർക്കറ്റുകൾ പൂജിച്ച് ക്ഷേത്രം പ്രദക്ഷിണം നടത്തി ആദ്യം ഭഗവതിക്കും പിന്നീട് ഉപദേവന്മാർക്കും സമർപ്പിച്ചു. തുടർന്ന് ഭക്തർക്ക് വിതരണം നടത്തി. ഓഗസ്റ്റ് 25-ന് ക്ഷേത്രത്തിൽ പുത്തരി പായസ നിവേദ്യവും ഓണക്കുല സമർപ്പണവും ഓണക്കോടി വിതരണവും നടക്കുമെന്ന് ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ആനയൂട്ട് നടന്നു. ചടങ്ങുകൾക്ക് ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരി, കാരാന്തരമഠം ബലരാമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ആനയൂട്ടിന് ശേഷം പ്രഭാത ഭക്ഷണ വിതരണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 16 ഞായറാഴ്ച ഇല്ലനിറയും ഔഷധക്കഞ്ഞി വിതരണവും 25-ന് തൃപ്പുത്തരി പായസ നിവേദ്യവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പെരുമ്പിലാവിൽ പറന്നിറങ്ങി പ്രമുഖ വ്യവസായി MA യൂസഫ് അലി. ഹെലികോപ്റ്ററിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയ യൂസഫ് അലിയുടെ കുടുംബത്തിന് സ്കൂൾ അധികൃതർ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ ഉച്ചയ്ക്ക് 12:30-യോടെയായിരുന്നു യൂസഫ് അലിയും കുടുംബവും പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ ഒരുക്കിയ താൽക്കാലിക ഹെലിപാഡിലേക്ക് പറന്നിറങ്ങിയത്. അൻസാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത്.
പെരുമ്പിലാവ് പരിസരത്തെ കുടുംബ വീട്ടിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു പ്രവാസി വ്യവസായിയും കുടുംബവും. അൻസാർ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ സാജിദ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ എത്തിച്ചേർന്ന കുട്ടികൾക്കും VIP-യുടെ ഹെലികോപ്റ്റർ ലാൻഡിംഗ് ആവേശക്കാഴ്ചയായി. CCC ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നാടകാചാര്യൻ ഭാർഗവൻ പള്ളിക്കരയെ അനുസ്മരിച്ചു. ടൗൺഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CCC പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ലത്തീഫ് മമിയൂർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ചന്ദ്രൻ ചങ്കത്ത്, V വിദ്യാധരൻ, AS മനോജ്, ഡേവിസ് ചുങ്കത്ത്, സുന്ദരൻ പേരകം, ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശ്രീനന്ദന തിരുവനന്തപുരത്തിന്റെ ഇരുവർ നാടകം അരങ്ങേറി. വിപണി. കുന്നംകുളം പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. 3ാം വാർഷികത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് റോഡിൽ പാറേമ്പാടത്ത് പ്രവർത്തിച്ചുവരുന്ന പിട്ടാപ്പിള്ളിൽ ഷോറൂമിൽ നടന്ന 3ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ സന്നിഹിതനായിരുന്നു. തുടർന്ന് കേക്ക് മുറിക്കലും നടന്നു. BDM വിനോജ് V, BM ഹരിദാസ്, വിവിധ ബ്രാൻഡുകളുടെ പ്രതിനിധികൾ, പിട്ടാപ്പിള്ളിൽ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പിട്ടാപ്പിള്ളിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറിലൂടെ 5000 പേർക്ക് സമ്മാനങ്ങൾ. 5 ഹീറോ മാർവിക് ബൈക്സ്, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, കൂടാതെ AC-കൾ, റെഫ്രിജറേറ്ററുകൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ, സ്വർണം വെള്ളി നാണയങ്ങൾ. ഗൃഹോപകരണങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും EMI സൗകര്യം. സ്ഥാപനത്തിന്റെ വിലാസം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിയർ വിക്ടറി ഇൻ പാർക്ക് റെസിഡൻസി, പാറേമ്പാടം, കോഴിക്കോട് റോഡ്, കുന്നംകുളം. ഫോൺ നമ്പർ 8086454999, 8086453999. ചൊവ്വന്നൂർ കൊടുവായൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഞായറാഴ്ച നടക്കും. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പുത്തരിപ്പായസ നിവേദ്യവും പ്രത്യേക താന്ത്രിക ചടങ്ങുകളോടെ നടക്കും. വിധിപ്രകാരം തയ്യാറാക്കിയ നെൽക്കതിർ കൂട്ടുകൾ പൂജിച്ച് ദേവപാദങ്ങളിൽ സമർപ്പിച്ച ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി വിതരണം ചെയ്യും. ചടങ്ങിന്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് പ്രസാദ് പുളിക്കലിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. അന്നേ ദിവസം ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപണി. 2013 മുതൽ തൃശൂരിൽ കുറുപ്പം റോഡിൽ പ്രവർത്തിച്ചുവരുന്ന ജോഷീസ് ട്രാവൽ കെയറിന്റെ 2ാമത് സംരംഭം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ റോഡിൽ ബദനി ഇംഗ്ലീഷ് സ്കൂളിന് സമീപം അംബിക ആർക്കേഡിന്റെ 2ാം നിലയിലാണ് ജോഷീസ് ട്രാവൽ കെയർ തുറന്നിരിക്കുന്നത്. പുതുശ്ശേരി ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് നിർവഹിച്ച ശേഷം നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഡോക്ടർ ജോഷി തോമസ്, TT ദേവസി ജ്വല്ലറി പാർട്ണർ അഡോൺ തരകന് ആദ്യ ടിക്കറ്റ് കൈമാറി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്, കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, M അജിത് കുമാർ രാജ, TT ദേവസി ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ അനിൽ ജോസ്, പാവർട്ടി ടോമിയാസ് പരസ്യ ഏജൻസി CEO തോമസ്, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഗാനരചയിതാവ് അർഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജോഷീസ് ട്രാവൽ കെയർ CEO ജോഷി ജോസഫ്, അസോസിയേറ്റ് ഡയറക്ടർ അഖിൽ ജോഷി എന്നിവരും സന്നിഹിതരായിരുന്നു. എയർ ടിക്കറ്റ്സ്, ബസ്, ട്രെയിൻ ടിക്കറ്റ്സ്, USA, കാനഡ, UK, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങി 15ഓളം രാജ്യങ്ങളിലേക്കുള്ള വിസ ഡോക്യുമെന്റേഷൻ, ഓവർസീസ് മെഡിക്കൽ ഇൻഷുറൻസ്, നോർക്ക അപ്പോയിന്റ്മെന്റ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻസ്, പാസ്പോർട്ട് സർവീസുകൾ, ലോകത്തിലെവിടെയുമുള്ള ഹോട്ടൽ ബുക്കിംഗ്സ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഇന്ത്യക്കകത്തും സിംഗപ്പൂർ, മലേഷ്യ, വിയറ്റ്നാം, ബാലി, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള ആകർഷകമായ ടൂർ പാക്കേജുകളും ജോഷീസ് ട്രാവൽ കെയർ
അംബിക ആർക്കേഡ്, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 9400838383 9400848484. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പട്ടിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കര യൂണിറ്റ് പ്രസിഡന്റ് CR റോസ് അധ്യക്ഷയായി. മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഫഹദ് മുസ്തഫ, യൂണിറ്റ് സെക്രട്ടറി ഇർഫാൻ, ക്വിസ് മാസ്റ്റർ KV സൗദ എന്നിവർ സംസാരിച്ചു. മത്സര വിജയികൾക്ക് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് സമ്മാന വിതരണം നടത്തി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. വികസിത ഭാരതം 2047ലേക്ക് ഇനിയുമേറെ ലക്ഷ്യങ്ങളുണ്ടെന്നും വലിയ നേട്ടങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ദേശീയ പതാക ഉയർത്തി. വന്ദേമാതരം ആലാപനമുണ്ടായില്ല. ജില്ലാസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സർക്കാർ പരിപാടികളിലും സ്കൂളുകളിലും വന്ദേമാതരം ആലപിച്ചില്ല. നാടെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലുങ്കിയെടുത്തെത്തി പതാക ഉയർത്തി VT ബൽറാം MLA. രാജ്യസഭയിലെ ലുങ്കിവാല വിവാദത്തിനുള്ള മറുപടിയായിരുന്നു ബൽറാമിന്റെ വേഷം. കുന്നംകുളത്ത് ദേശീയ പതാകയോട് അനാദരവ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള BSNL ഓഫീസിന് മുന്നിൽ പതാക തലകീഴായി കെട്ടി ഉയർത്തിയതിൽ വിവാദം. ഈഴവർക്ക് UDF മന്ത്രിസഭയിലും ജനപ്രതിനിധികളുടെ എണ്ണത്തിലും മതിയായ പ്രാതിനിധ്യമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിന്നോക്ക വിഭാഗങ്ങളെ, അധസ്ഥിതരെ സാമൂഹികമായി ഉയർത്താൻ ക്രിയാത്മകമായി ഒന്നും മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നില്ലെന്നും സ്കൂളും കോളേജുമെല്ലാം മറ്റ് വിഭാഗക്കാർക്ക് നൽകുകയാണെന്നും വെള്ളാപ്പള്ളി. കുന്നംകുളത്ത് SNDPയുടെ നേതൃത്വത്തിൽ ധർമ്മ വിചാരയജ്ഞത്തിന് തുടക്കമായി. പൂവിളി ഉയരുകയായി. പൊന്നോണമെത്തി, നാളെ അത്തം. ഐശ്വര്യവും സമൃദ്ധിയും സമത്വവും നിറഞ്ഞ ഒരു കാലത്തിന്റെ ഓർമ്മയിലേക്ക് കേരളം. ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ഹോട്ടൽ പൂട്ടി. ലക്ഷങ്ങളുടെ കടബാധ്യതയും വൈദ്യുതി ബിൽ കുടിശ്ശികയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടലിന് കാരണം. ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 30 രൂപയ്ക്ക് ഊണ് നൽകി ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാടിൽ നടത്തിപ്പുകാർ. നാടകപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന എടക്കളത്തൂർ നാടകോത്സവത്തിന് ഞായറാഴ്ച അരങ്ങുണരും. അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥം എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര UP സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.